ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രിയിൽ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേഗത്തിൽ ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ. ആമേൻ. സ്തോത്രം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വായിച്ചു കേൾക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. രാത്രി കർത്താവേ ഞങ്ങളോട് സംസാരിക്കണം, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ കർത്താവേ. മാനുഷികമായത് കർത്താവേ, ബുദ്ധിയുടെ വാക്കുകളെല്ലാം മാറിപ്പോയി ആമേ ജനത്തോട് സംസാരിക്കുവാനുള്ള കർത്താവേ ദൈവിക ആലോചനകളെ കർത്താവേ പരിശുദ്ധാത്മാവേ അങ്ങ് പകർന്നു നൽകുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിലെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ജനത്തോട് അങ്ങ് ഇടപെടണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരും രാത്രി ഒരിക്കൽ കൂടി അനുഗ്രഹിക്കട്ടെ. നാം വായിച്ച ഈ തിരുവചന ഭാഗം ആമേൻ സ്തോത്രം എഫേസ്യ ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ ആമേ 19-ാമത്തെ തിരുവചനമാണ് നാം ഇന്ന് വായിപ്പാൻ ഇടയായി തീർന്നത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 19, 20, 21, 19, 20 വാക്യങ്ങൾ നാം വായിപ്പാൻ ഇടയായി തീർന്നു. ആമേ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് ഒരു വാക്ക് മാത്രം എടുക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ ആമേ ശരണപ്പെടുകയാണ്. അത് ഇപ്രകാരമാണ്: ആത്മാവ് നിറഞ്ഞവരായി. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലും ആമേ ഏത് കാലഘട്ടത്തിലും ഹല്ലേലൂയ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ അതിപ്രാധാന്യമുള്ള ആമേ സ്തോത്രം വളരെ ശക്തമേറിയ ഒരു കാര്യമാണ് നാം ഇവിടെ വായിപ്പാനിടയായി തീർന്നത്. ആത്മാവ് നിറഞ്ഞവരാകണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങൾ ഹല്ലേലൂയ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ, ദൈവജനത്തിന് വേണ്ടി എഴുതുമ്പോൾ ആമേൻ തന്റെ ലേഖനങ്ങളിലെല്ലാം ഹല്ലേലൂയ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേ വളരെയധികം പ്രാധാന്യം നൽകി. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള തന്റെ ഉപദേശങ്ങൾ വളരെ ശക്തമാണ്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായും സഭാപരമായും പ്രവർത്തിക്കുന്ന രീതികൾ തന്റെ ലേഖനങ്ങളിലൂടെ അതിശക്തമായി അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം ആമേൻ ലേഖനങ്ങളിൽ മാത്രമല്ല ആമേൻ അപ്പോസ്തല പ്രവർത്തികൾ നാം പഠിക്കുകയാണെങ്കിൽ ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവിന്റെ പ്രാധാന്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് ആമേ കാണുവാൻ സാധിക്കുന്നു. ഒരു ആത്മീകൻ, ഒരു ദൈവഭക്തൻ മറ്റ് എന്തിനെക്കാട്ടിലും ആമേൻ പ്രാധാന്യം നൽകേണ്ടത് ആത്മാവിനാണ്, പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോഴും ആമേൻ സ്തോത്രം പുനരുദ്ധാന നാളുകളിൽ 40 ദിവസം ഈ ലോകത്തിൽ ആമേൻ സ്തോത്രം അപ്പോസ്തലന്മാർക്ക് ഏകദേശം 500-ൽ പരം വ്യക്തി ജീവിതങ്ങൾക്ക് യേശു കർത്താവ് ആത്മാവിൽ വെളിപ്പെട്ടവനായി വെളിപ്പെടുമ്പോഴും ആമേ തന്റെ ശിഷ്യന്മാരോട് പറയുവാനുള്ളത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, ഒരുക്കത്തോടെ കാത്തിരിക്കണം. ഞാൻ ആമേ അല്ലെങ്കിൽ ആമേ മറ്റ് പല രീതിയിൽ നിങ്ങൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരായിരിക്കാം. അതിനുള്ള ഒരു പോംവഴി നിങ്ങൾ അന്വേഷിക്കുന്നവരുമായിരിക്കാം. ഹല്ലേലൂയ. ചിലർ ആമേ സ്വതന്ത്ര സ്വസ്ഥതയുള്ള സമാധാനമുള്ള ആമേൻ ഒരു ജീവിതം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. ചിലർ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാ. എന്നിരുന്നാലും ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുത് ആമേൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെക്കാൾ വലുത്, നിങ്ങൾ ഇന്ന് വരെയും കണ്ടിരിക്കുന്ന, നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആമേ നിങ്ങൾ വലുതെന്ന് ആമേ അവകാശം പറയുന്ന സകലത്തിനേക്കാളും വലുതാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തമായ പരിശുദ്ധിയാത്മാവ്.
ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ, അനുഭവിക്കുവാൻ കഴിയുന്ന ഒരുവനാണ് ഈ ആയുസ്സിൽ ഭാഗ്യവാൻ എന്ന് സ്വത്ര അസന്നിഗ്ധമായി എനിക്ക് പറയുവാൻ കഴിയും. കാരണം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം ഈ ലോകത്ത് നമുക്ക് ലഭിക്കത്തില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം കൊടുത്താൽ ലഭിക്കത്തില്ല. ഇത് പണം കൊടുത്ത് വാങ്ങുവാൻ ശ്രമിച്ചവരെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാൻ കഴിയും. അവരെല്ലാം ഹല്ലേലൂയ അവരുടെ പണത്തോടുകൂടെ നശിച്ചു പോയതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. ഇത് പണം കൊടുത്താൽ കിട്ടത്തില്ല പ്രിയരെ. നിങ്ങളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് നിരത്തിയാൽ കിട്ടത്തില്ല. നിങ്ങളുടെ കുടുംബ മഹിമ വെളിപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ലഭിക്കത്തില്ല. ദൈവത്തിന്റെ ദാനമാണ്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് നിങ്ങൾ കയറി വരുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിശ്ചയമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും ആ ആത്മാവിന്റെ നിറവിൽ നിന്ന് അടുത്തൊരു നിലവാരത്തിലേക്ക് എഴുന്നേൽക്കുവാനും ഇന്ന് രാത്രിയിൽ തന്നെ ദൈവത്തിന് ചിലരുടെ മേൽ പദ്ധതിയുണ്ടെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരോടാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരൊക്കെ തന്നെയാ. എന്നാൽ ഹല്ലേലൂയ നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്പുറത്തോട്ടൊരു സ്വത്ര എഴുന്നേൽപ്പ് വേണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനോട് സംസാരിക്കുകയാ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിറവുണ്ടായിരിക്കണം. സ്തോത്രം. ഏതെങ്കിലും ഒരു വിഷയത്തോട് സ്തോത്രം അടുത്ത് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നിങ്ങളിൽ വെളിപ്പെടുന്ന സ്വത്ര ആ ഒരു പ്രത്യേക വൈകാരികമായ അനുഭവത്തെ അല്ല ഇവിടെ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ദൈവമായിട്ടുള്ള ആ ബന്ധം, അതിലൂടെ നിങ്ങളിൽ വെളിപ്പെടുന്ന പരിശുദ്ധ ആത്മാവിന്റെ സ്വഭാവങ്ങൾ, പരിശുദ്ധ ആത്മാവിന്റെ പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മിൽ നിന്ന് വെളിപ്പെടണം. ഒരുവനാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണോ എന്ന് സ്തോത്രം നമുക്ക് അറിയാൻ അധികമൊന്നും ഹല്ലേലൂയ ആ വ്യക്തിയുമായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരുവന്റെ ജീവിതം കാണുമ്പോൾ, അവനെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ സഹോദരൻ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആത്മീകൻ സകലത്തെയും വിവേചിക്കും. നാം ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല. ഒരു ആത്മീകന്റെ സഹോദരൻ ഒരു സ്വഭാവ ഗുണമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവന് വിവേചന കൃപ ദൈവം കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണോ എന്ന് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് സഹോദരനെ കേൾക്കുന്ന ദൈവജനമേ, ഒരുപക്ഷെ വിദ്യാഭ്യാസ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. അത് സാഹചര്യമായിരിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ അതിനേക്കാളെല്ലാം മൂല്യം ഏറിയതാണ് സ്തോത്ര അതിന്റെ ഒന്നും ഒപ്പം വെക്കുവാനോ ഒപ്പം സംസാരിക്കുവാനോ കഴിയാത്തതാണ് പരിശുദ്ധാത്മ നിറവ്. അത് ഭൗമികമല്ല, അത് ഉയരത്തിലുള്ളതാ. അത് മാനുഷികമല്ല, അത് ദൈവികമാ. അത് മനുഷ്യന്റെ ദാനമല്ല, അത് ദൈവത്തിന്റെ ദാനമാ. സ്തോത്ര അത് അതിമഹത്തായ ദൈവിക ദാനമാണ്. ഇന്ന് രാത്രിയിൽ നമ്മുടെ മറ്റ് വിഷയങ്ങളെല്ലാം നമുക്ക് അല്പസമയം മാറ്റിവെച്ച് സ്തോത്ര ഈ ദൈവത്തിന്റെ ദാനമൊന്ന് പ്രാപിക്കുവാൻ, ഈ ദൈവത്തിന്റെ ദാനമൊന്ന് അനുഭവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ നിയേൽപ്പിച്ചു കൊടുക്കാം. ഒരുപക്ഷെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സ്തോത്രം ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു, നിങ്ങൾ ആ പരിശുദ്ധാത്മ പ്രാപിച്ച ആ ഒരു നിലവാരത്തിൽ നിൽക്കാതെ നിങ്ങളിൽ ഒരു നിറവ്, ഒരു നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവം വെളിപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഒരു കൽപ്പന പോലെ
ദൈവസഭയോട് പറയുക, നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരാകുവിൻ, എന്നിട്ട് നിങ്ങൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും ആമേൻ എല്ലാറ്റിനും ആമേൻ ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാറ്റിനും ദൈവം ഒരു അടുക്കും ചിട്ടയും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവസഭ കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ തിരുവചനത്തിന്റെ മുമ്പിൽ നിങ്ങളായിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭൗതികമായ തലങ്ങളിൽ നിങ്ങൾക്ക് അനേക വിഷയങ്ങൾ ഉണ്ടായിരിക്കാം. ആമേൻ ഒരു അടുക്കും ചിട്ടയും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. ആമേൻ സ്തോത്രം. ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരു അനുഭവമായിരിക്കാം. ആരൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ ചിരിക്കുന്നു. ആരൊക്കെയോ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സംസാരിക്കുന്നു. അല്ലെങ്കിൽ ആരൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ജോലി ചെയ്യുന്നു. ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ആയുസ്സിൽ ലഭിച്ചിട്ടില്ല. ഒരു സമാധാനം, ഒരു സന്തോഷം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. അത് തലമുറയാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, മറ്റാരുമാകാം. എന്നാൽ ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ ആമേൻ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഹല്ലേലൂയ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. ചില വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മടുപ്പുകളെ ദൈവം എടുത്തു മാറ്റുവാൻ പോകുകയാ. സ്തോത്രം. ഒരു യന്ത്രം കണക്കെ ജീവിക്കുന്ന, രാവിലെ ആകുന്നു രാത്രിയാകുന്നു, ഒരു ഡെയിലി റൊട്ടീൻ ചെയ്യുന്നത് പോലെ ജീവിതത്തിലെ കാര്യങ്ങൾ സ്തോത്രം ഒരു സ്വിച്ച് ഇടുമ്പോൾ ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഒരു പ്രത്യേക പാറ്റേണിലൂടെ മാത്രം കടന്നു പോകുന്ന അത് എന്തിനൊക്കെയോ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി ഹല്ലേലൂയ ഒരു ലക്ഷ്യബോധവുമില്ല. സ്തോത്രം. ജീവിതം തീർക്കുന്നു. ചിലരുടെ ജീവിതം ഹല്ലേലൂയ പലപ്പോഴും അവസാനിപ്പിക്കണമെന്ന ചിന്തയിലേക്ക് പോലും പോകുന്നു. ഇങ്ങനെ ആയിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ഇതിനെല്ലാം പരിഹാരം നമ്മുടെ ദൈവത്തിന്റെ കരത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷയും ഒരു പ്രത്യാശയും ഇല്ലാതെ ദൈവം തന്ന ആയുസ് ജീവിച്ച് തീർക്കുന്ന നിങ്ങളോട് ദൈവനാമത്തിൽ ഒരു കാര്യം ഓർപ്പിക്കുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. ഈ ആയുസ് സ്തോത്രം ആർക്കൊക്കെയോ വേണ്ടി, എന്തിനൊക്കെയോ വേണ്ടി ഹേമിക്കുവാനുള്ളതല്ല. ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുവാനുള്ളതാ. ഒരുപക്ഷെ നിങ്ങളുടെ വാക്കോ നിങ്ങളുടെ പ്രവർത്തികളോ മറ്റുള്ളവർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങളുടെ പണം മാത്രം മതി മറ്റുള്ളവർക്കെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയേക്കാം. എന്നാൽ ഹല്ലേലൂയ നിങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്തോത്രം നന്മകൾ മാത്രം ആഗ്രഹിച്ച്, നന്മകൾ മാത്രം സ്വീകരിച്ച് നിങ്ങളെ അപ്പോടെ തള്ളി മാറ്റുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ആയിരിക്കാം നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്നെ മാന്യനും വിലയേറിയവനുമായി എണ്ണിയിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ ശക്തീകരിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ ഒരു വ്യക്തിയുടെ മുമ്പിൽ സ്തോത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നാം അങ്ങോട്ട് പേര് പറഞ്ഞെങ്കിലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അത് നമുക്കറിയാവുന്ന കാര്യമാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സർവശക്തനായ ദൈവം നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാ.
സ്തോത്രം. അവൻ നിന്നെ വീണ്ടെടുത്തിരിക്കുകയാ, നിന്നെ ശക്തീകരിച്ചിരിക്കുകയാ. നിന്റെ പെറ്റമ്മ നിന്നെ മറന്നാലും, ഉറ്റവർ നിന്നെ തള്ളിയാലും, പ്രിയപ്പെട്ടവർ മാറ്റി നിർത്തിയാലും, ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് അരുളി ചെയ്തവൻ ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്. സ്തോത്രം. ഇന്ന് എല്ലാവരും ഉള്ളപ്പോൾ തന്നെ, കുടുംബം മഹിമ പറയുവാൻ ഉള്ളപ്പോൾ തന്നെ, ഏകാന്തത ആമേൻ സ്തോത്രം അളവിൽ അധികമായി അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ദൈവാത്മാവ് ഇടപെടുകയാ. സ്തോത്രം. നിന്നെ ഒറ്റപ്പെടുത്തി, നിന്നെ ഡിപ്രഷനിലാക്കി, ആമെ മരണത്തിലേക്ക് നയിക്കുന്ന ആമെ ദുഷ്ടപിശാചിന്റെ ആമെ പദ്ധതി ഇന്ന് രാത്രി നിന്നിൽ നിന്ന് തകർന്നു മാറുകയാ. അവന്റെ അടിമ നുഖത്തിൽ നിന്ന് ഇന്ന് രാത്രി നീ പുറത്തു വരുവാൻ പോകുകയാ. ദൈവ പദ്ധതിയിലേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാ. പിശാചിന്റെ തന്ത്ര, പിശാചിന്റെ പദ്ധതി നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉടച്ചു കളയുവാൻ പോകുകയാ. മുന്നോട്ട് വിടാതെ, മുന്നേറുവാൻ കഴിയാതെ, ആമേൻ മുന്നിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന, ആമേൻ സ്തോത്രം പർവ്വതം കണക്കെ മാർഗ തടസ്സമായി നിൽക്കുന്ന പാരമ്പര്യ ആമേ പൈശാചിക വെല്ലുവിളികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഉടച്ചു കളഞ്ഞ് ചിലരുടെ യാത്ര സുഗമമാക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി തീരുന്ന ആ ഒരു ജീവിത നിലവാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ചില ഒറ്റപ്പെടലുകൾ, ചില തള്ളലുകൾ നമുക്ക് ആനന്ദകരമായി തോന്നും. കാരണം എന്താ? എന്നെ നിമിത്തം, എന്റെ നാമം നിമിത്തം നിങ്ങളെ ആരെങ്കിലും പഴിക്കുകയോ ദുഷിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിച്ചാനന്ദിപ്പിൻ. സ്തോത്രം. ഈ ഒരു ആനന്ദം പ്രാപിക്കണമെങ്കിൽ ഇങ്ങനെ പഴിയിലൂടെയും ദുഷിയിലൂടെയും ഇല്ലായ്മയിലൂടെയും ആമെ പ്രതികൂലത്തിലൂടെയും പോകുമ്പോൾ ആമെ ഹൃദയത്തിന്റെ അകത്ത് ആനന്ദം വെളിപ്പെടണമെങ്കിൽ ആമേൻ ഒരു പ്രാകൃതന്, ഒരു ജഡീകം മനുഷ്യന് അവന്റെ ആയുസ്സിൽ സാധ്യമല്ല. ഒരുപക്ഷെ അവന് ചില ഡിഗ്രികൾ കയ്യിലുണ്ടാകും, സ്തോത്രം, ചില പദവികൾ ഉണ്ടാകും, ആമേൻ സഹായിക്കുവാൻ അനേകർ കാണും. എന്നാൽ പ്രശ്നത്തിന്റെ നടുവിൽ, ആമെ തള്ളലുകളുടെ നടുവിൽ ഹൃദയംഗമായി സന്തോഷിക്കണമെങ്കിൽ ഒരു ആത്മീകന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ആമെ കൂടെ നടക്കുവാൻ 10 പേരുണ്ടെങ്കിൽ ആർക്കാ ധൈര്യമില്ലാത്തത്? ഹല്ലേലൂയ. ആവശ്യത്തിലേറെ പണമുണ്ടെങ്കിൽ ആർക്കാണ് ജീവിക്കുവാൻ ആമെ തന്റെ ഇടമില്ലാത്തത്? എന്നാൽ ഇതൊന്നുമില്ലാതെ ഹല്ലേലൂയ ഒറ്റപ്പെട്ടു പോകുന്ന, ആമെ പ്രതികൂലത്തിൽ അകപ്പെടുന്ന, ജീവന് ഭീഷണിയായി തീരുന്ന, ആമെ നാളെ എന്തായി തീരുമെന്ന് അറിയാത്ത, നാളെ എങ്ങനെയാകുമെന്ന് അറിയാത്ത അനേകരുണ്ട്. അവരെയെല്ലാം നിലനിർത്തുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ. ഹല്ലേലൂയ. നാളെയെ കുറിച്ച് ചിന്തിക്കുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം നൽകി ആമെ അനുദിനം ദൈവസന്നിധിയിൽ ക്രിസ്തുവിന് വേണ്ടി ആമെ ശക്തിയോടെ ഓടുവാൻ അവരെ ബലപ്പെടുത്തുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആത്മാവ് നിറയുന്ന ആ ആത്മനിറവിന്റെ അനുഭവം അവർണ്ണനീയമാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണ് പ്രിയരെ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേൻ സ്തോത്രം നമ്മുടെ ബുദ്ധിക്ക് മറഞ്ഞു കിടക്കുന്ന ആമേൻ സ്തോത്രം ഈ ദൈവിക അനുഭവം ഇന്ന് നാം പ്രാപിക്കുമ്പോൾ നാം ആള് മാറിയവരെ പോലെയാകുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ആമേൻ. പുതിയ നിയമം നാം പഠിക്കുകയാണെങ്കിൽ സ്തോത്രം, ആത്മാവ് നിറയുക എന്ന് പറയുന്നത് ആമേ അതിപ്രാധാന്യമുള്ള ഒരു വിഷയമാ.
സ്തോത്രം. യേശു കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള സ്തോത്ര ആ വലിയ ദൗത്യം സ്തോത്ര ശിഷ്യന്മാരിലേക്ക് അങ്ങ് സ്തോത്ര കൊടുക്കുവാൻ, അവരിൽ അതങ്ങ് ഏൽപ്പിക്കുവാൻ എന്തുമാത്രം ബന്ധപ്പെടുന്നുണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിന് മറ്റൊന്നും പറയുവാനില്ല. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. സ്തോത്രം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പ്രിയരെ, ഇത് വളരെ പ്രാധാന്യമാണെന്ന്. ഹല്ലേലൂയ. എന്താണ് ഈ ആത്മനിറവ്? സ്തോത്രം. സഹോദരി കുറെ നേരം കൊണ്ട് പറയുകയാണല്ലോ, എന്താണ് ഈ ആത്മനിറവ്? ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമായ ത്രിത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവം ദൈവത്താൽ നയിക്കപ്പെടുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അനുഭവത്തെയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച് അന്യഭാഷ പറയുന്ന സ്തോത്രം ഒരുവനും അനുദിനം സ്തോത്ര പൂർണ്ണതയിലേക്ക് വരുന്ന ഒരുവനും തമ്മിലും വ്യത്യാസമുണ്ട്. ഇന്ന് 99% ആൾക്കാരും ദൈവമക്കളെന്ന അവകാശം പറയുന്നവരിൽ അഭിഷേകം പ്രാപിച്ചവരും അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നവരുമാ. എന്നാൽ അവരിൽ എത്ര പേരെ പരിശുദ്ധാത്മാവ് പൂർണ്ണമായി നയിക്കുന്നുണ്ട്, എത്ര പേരെ പരിശുദ്ധാത്മാവിന് നയിക്കുവാൻ കഴിയുന്നുണ്ടെന്ന് നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇങ്ങനെയുള്ളപ്പോൾ, ഇത്യാദി വിഷയങ്ങൾ ഉള്ളപ്പോൾ തന്നെ പൂർണ്ണമായി വാക്കിലും നോക്കിലും സോദര ചലനത്തിലും ചിന്തയിലും ജീവിതത്തിന്റെ സോദര മേഖലയിലും പരിശുദ്ധാത്മാവിൽ വിധേയപ്പെട്ട് ആ പരിശുദ്ധാത്മാവ് നയിക്കുന്ന റൂട്ടിൽ സഞ്ചരിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത അനുഭവത്തെയാണ് ആത്മനിറവെന്ന് പറയുന്നത്. അതായത് ആ വ്യക്തിക്ക് അവൻ്റെതായ താല്പര്യങ്ങളോ അവൻ്റെതായ ഇഷ്ടങ്ങളോ അവൻ്റെതായ യാതൊരുവിധമായ അഭിപ്രായങ്ങളോ ഇല്ല. പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ചോദിക്കൂ, സ്വന്തമായി അഭിപ്രായവും ചിന്തയും ഒന്നും ഇല്ലാതെ സ്തോത്ര ഒരു വ്യക്തിക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രിയരെ, അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ, കഴിവുകൾ ഉണ്ടായിരുന്നല്ലോ, സ്വന്തമായി ചിന്തിച്ചല്ലോ, സംസാരിച്ചല്ലോ, പ്രവർത്തിച്ചല്ലോ, എന്ത് നേടി? സ്തോത്രം. നമ്മുടെ സംസാരത്തിലൂടെ എത്ര നന്മകൾ നഷ്ടമായി, നമ്മുടെ ചിന്തയിലൂടെ എന്തുമാത്രം പ്രശ്നങ്ങൾ സൃഷ്ടികരിച്ചു. നിങ്ങളുടെ ഒറ്റ അഭിപ്രായം കൊണ്ട് എന്തുമാത്രം സഹോദര പോരാട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. ഹല്ലേലൂയ. മനുഷ്യൻ അപൂർണനാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നാം അപൂർണരാണ്, നാം പൂർണ്ണരല്ല. സ്തോത്രം. നാം ബലഹീനരാ, നാം നികൃഷ്ടരാ, നാം അബദ്ധരാ, നാം പാപികളാ, നാം അശുദ്ധരാ. ഹല്ലേലൂയ. എത്രത്തോളം ഞാൻ കേമനാണെന്ന് പറഞ്ഞാലും, ഞാൻ ഓക്കെയാണെന്ന് പറഞ്ഞാലും ഒരു വ്യക്തിക്ക് പോലും നമുക്ക് 100 മാർക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റേ വിധത്തിൽ, മറ്റൊരു തലത്തിൽ നാം കുറവുള്ളവരാ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, നിൽക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? വീഴാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, ഇതൊക്കെ നമ്മുടേതായ ആ പിടികൊണ്ടല്ലേ നമുക്ക് സംസാരിക്കണം. എന്റെ ചിന്ത വെളിപ്പെടുത്തണം, എന്റെ പ്രവൃത്തി മതി, എന്റെ അഭിപ്രായം മതി. സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ മതിയെന്ന് പറയുന്ന ആ ഒരു നിലവാരം പാടെ ഇല്ലാതായി. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ ആ ഒരു മനോഭാവത്തിലേക്ക് വരുവാൻ നമുക്ക് എപ്പോൾ കഴിയുന്നുവോ അപ്പോഴാണ് നാം പൂർണ്ണമായി ആത്മനിറവിൽ ആയിത്തീരുക. എന്താണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്? ഞാനോ കുറയണം, അവനോ എന്നിൽ വളരണം. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി സ്തോത്രം ഇറങ്ങി വരുന്ന
രാത്രിയാ. ഇന്ന് രാത്രി ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മുമ്പിൽ ദൈവം തന്റെ സാന്നിധ്യം അയക്കുവാൻ പോകുകയാ. പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഇന്ന് രാത്രിയിൽ ചിലർ ആമേൻ സ്തോത്രം എഴുന്നേൽക്കുവാൻ പോകുകയാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ ആളും മാറിയവരെ പോലെ ആക്കി തീർക്കുവാൻ പോകുകയാ. യേശുവിന്റെ നാമത്താൽ ജയം. ഹല്ലേലൂയ. ഇന്ന് ചില മാറ്റങ്ങൾ വെളിപ്പെടും. സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുകയോ അല്ലെങ്കിൽ ആമേൻ സ്തോത്രം മറ്റാതി വിഷയങ്ങളോ അല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ദൈവം നൽകുവാൻ പോകുകയാ. സ്തോത്രം. ദൈവം നിങ്ങളെ വ്യത്യസ്തരാക്കി നിർത്തുവാൻ പോകുകയാ. ഹല്ലേലൂയ. നമ്മുടെ കഴിവുകൾ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ആമേൻ സ്തോത്രം പാരമ്പര്യം കൊണ്ടും നമ്മുടെ കുടുംബ മഹിമ കൊണ്ടൊന്നും നമുക്ക് എവിടെയും എത്തുവാൻ കഴിഞ്ഞില്ല. അത് യാഥാർത്ഥ്യമാ. എന്നാൽ ഹല്ലേലൂയ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരു തിരഞ്ഞെടുപ്പ് അവിടെ നടത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേ ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ആമേൻ സ്തോത്രം. ദൈവ സന്നിധിയിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, കുലഹീനമായതിനെ തിരഞ്ഞെടുത്തു, നികൃഷ്ടമായതിനെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ദൈവനാമ മഹത്വത്തിന് വേണ്ടി. ഇപ്രകാരം ബലഹീനമായത്, കുലഹീനമായത്, നികൃഷ്ടമായത് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് കടന്നു വരികയാ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പൂർണ്ണ നടത്തിപ്പിലേക്ക് കടന്നു വരുന്ന ദൈവജനത്തെ ദൈവം വ്യത്യസ്തരായി ഈ അന്ത്യനാളുകളിൽ ഉപയോഗിക്കുവാൻ പോകുക, നിലനിർത്തുവാൻ പോകുക. ഹല്ലേലൂയ. ഇത് വർഷത്തിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ ചെയ്തു പോരേണ്ട ഒരു കർമ്മമോ അല്ലെങ്കിൽ ഒരു ആചാരമോ ഒന്നുമല്ല. ഇത് അനുദിന ജീവിതത്തിൽ ആമേൻ സ്തോത്രം വെളിപ്പെടേണ്ട ഒരു ദൈവിക അനുഭവമാ. ഇന്ന് നമ്മിൽ പലർക്കും ആമേൻ നമുക്ക് തോന്നുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നത്. അല്ലാത്ത നിമിഷങ്ങളിലെല്ലാം നാം നമ്മുടെ ബുദ്ധിക്ക്, നാം നമ്മുടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഇഷ്ടത്തിനും അനുസരിച്ചു പോകുന്നവരാ. എന്നാൽ അതിനെ ആത്മാവിന്റെ നയിപ്പ് അല്ലെങ്കിൽ ആത്മാവിന്റെ നയിക്കലെന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇത് അനുദിന ജീവിതത്തിൽ ആമേൻ സ്തോത്രം കാണേണ്ടതാ. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ ആത്മനിറവ് പ്രാപിച്ച അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൽ ആമേൻ സ്തോത്രം ഏറ്റവും ആദ്യം നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ ഹല്ലേലൂയ യേശു കർത്താവാണ്. നമ്മുടെ അരുമനാഥനായ യേശു കർത്താവാണ്. ഹല്ലേലൂയ. അത് നമുക്ക് കാണുവാൻ കഴിയുന്ന ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ തിരുവചനത്തിലാണ്. ഹല്ലേലൂയ. ആമേൻ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ആമേൻ സ്തോത്രം യോർദാൻ ആമേൻ സ്തോത്രം വിട്ടു മടങ്ങുന്നതായും ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നതായിട്ടൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ പറയുന്നു യേശു കർത്താവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സ്തോത്രം. എപ്പോൾ നിറഞ്ഞു? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഹല്ലേലൂയ യോർദാൻ ആമേൻ നദിയിൽ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകനാൽ ആമേൻ സ്തോത്രം തന്നെ ദൈവത്തിന്റെ കൽപ്പന ആമേൻ സ്തോത്രം പൂർത്തീകരിക്കുവാൻ ഹല്ലേലൂയ ആ സ്നാന ശുശ്രൂഷയിലേക്ക് തന്നെ താൻ സമർപ്പിച്ചപ്പോൾ ഹല്ലേലൂയ സ്വർഗം തുറന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ തന്റെ മേൽ ഇറങ്ങി വന്നു. ആമേൻ സ്തോത്രം. മാത്രമല്ല ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആമേൻ സ്തോത്രം. ഇവന്റെ വാക്കിന് ചെവി കൊടുപ്പിൻ. ഹല്ലേലൂയ എന്നുള്ള ആ ഒരു പ്രത്യേകമായ ആ ഒരു സാഹചര്യത്തിലാണ് യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത്. സ്തോത്രം. യേശു കർത്താവ് ഈ ലോകത്തിൽ
ആമേൻ സ്തോത്രം, ഒരു മനുഷ്യനായി ജനിച്ച് പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു കർത്താവും ആത്മാവിൽ നിറഞ്ഞവനാകേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ആ മനുഷ്യത്വം പൂർണ്ണമാകുന്നത്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ, ഞാൻ ദൈവത്തിന്റെ പ്രതിമയായിരുന്നു, ദൈവത്തോടുള്ള സമത്വം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അവിടെ കാര്യമില്ല. ഒരു മനുഷ്യന്റെ സകലവിധ ഉത്തരവാദിത്വവും സകലവിധ സ്തോത്ര സമർപ്പണവും തന്നിലൂടെ യേശു കർത്താവ് അതിശക്തമായി വെളിപ്പെടുത്തുകയായിരുന്നു. ആത്മനിറവിന്റെ പ്രാധാന്യം തന്റെ ജീവിതത്തിലൂടെ യേശു കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ ഹല്ലേലൂയ, ഏകദേശം 30-ാം തിരുവയസ്സിൽ ആ സ്നാന ശുശ്രൂഷയുടെ ആമേൻ സ്തോത്ര ആ സമയത്ത് ആത്മാവിന്റെ പൂർണ്ണതയിലേക്ക് ആമേൻ യേശു കർത്താവ് ആമേൻ പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശു കർത്താവ് പരിശുദ്ധാത്മാവിലാണ് ജനിച്ചത്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിലാണ് നടന്നത്. എന്നാൽ ആത്മാവിനെ പ്രാപിച്ച് ആ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തി കടന്നു വരണമെന്നതിന്റെ പ്രത്യക്ഷമായ അടയാളമാണ് യേശു കർത്താവിലൂടെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അവിടെ മുതൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് അതിവേഗതയിലായിരുന്നു. ആമേൻ സ്തോത്രം. യോർദാൻ ഹല്ലേലൂയ, ആ നദിയിൽ യോർദാനിൽ വെച്ച് അപ്രകാരം ഒരു ദൈവിക അനുഭവം പ്രാപിച്ച് മരുഭൂമിയിലേക്ക് കടന്നുപോയി പിശാചിന്റെ പരീക്ഷകളെ ജയിച്ചവനായി പിന്നെ പോകുന്ന ദൈവാലയത്തിലേക്ക്. അവിടെ ചെന്നിട്ട് സ്തോത്ര അതുവരെയും പ്രാർത്ഥനയും കൂടി വായനയും കഴിച്ച് മടങ്ങി പോരുന്ന ഒരു യേശു കർത്താവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഹല്ലേലൂയ, അതിന്റെ ശേഷം യേശു കർത്താവ് ആലയത്തിലേക്ക് ചെന്ന് ശക്തമായി വിളിച്ചു പറഞ്ഞു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അതൊരു പ്രഖ്യാപനമായിരുന്നു. തന്നെ ഈ ലോകത്തിൽ അയച്ച പിതാവിന്റെ ആ പദ്ധതി കർത്താവ് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു വേദഭാഗമാണിത്. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുവാൻ. അതെ, ഞാൻ തേടി വന്നത് സമ്പന്നരെയല്ല. ഭൗതിക സമ്പന്നരെയാണോ ഇവിടെ ഉദ്ദേശിച്ചത്? അല്ല. ആത്മാവിൽ ദരിദ്രരായവരെ, ആത്മാവിൽ ക്ഷീണിതരായവരെ, ആത്മാവിൽ മരിച്ചവരെ, പാപികളെ യേശു കർത്താവ് തേടി വന്നു. അവരോട് സുവിശേഷം അറിയിക്കുവാൻ, അവരെ നേടുവാൻ, അവരെ ഒരുക്കുവാൻ വേണ്ടിയാ എന്നെ അയച്ചിരിക്കുന്നതെന്ന് യേശു കർത്താവ് പറയുക. അതിനു വേണ്ട അഭിഷേകം എനിക്ക് ഉണ്ട്. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് അതിശക്തമായി പറയുക. മാത്രമല്ല, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ ഹല്ലേലൂയ അയച്ചിരിക്കുന്നു. കർത്താവ് തന്നെ അയച്ചതിന്റെ ഉദ്ദേശം വെളിപ്പെടുന്ന ഒരു തിരുവചന ഭാഗമാണിത് പ്രിയരെ. ഇതിന്റെ മുന്നേ കർത്താവ് ആരെങ്കിലും സൗഖ്യമാക്കുന്നതോ ആരെങ്കിലും വിടുവിക്കുന്നതോ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. ഇപ്രകാരം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ശക്തിയോടുകൂടെ യോർദാൻ വിട്ട് മടങ്ങി ആലയത്തിൽ ചെന്ന് തന്റെ വലിയ പ്രഖ്യാപനം നടത്തിയ ശേഷം പിന്നെ അങ്ങോട്ട് ഹല്ലേലൂയ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പും വിജയകരമായിരുന്നു. അത്ഭുതകരമായിരുന്നു, വിടുതലായിരുന്നു, ആ ദൈവ മഹത്വം തന്നിലൂടെ വെളിപ്പെടുത്തുന്നതായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ നമുക്ക് യേശു കർത്താവ് തന്റെ ദൗത്യം ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് തന്റെ ശുശ്രൂഷയെയും തന്റെ ആത്മാവിനെയും ആ പിതാവിന്റെ കരത്തിൽ ഭരമേൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു.
ആമേൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ശുശ്രൂഷ തുടങ്ങിയ യേശു കർത്താവ് അതേ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, അതേ ആത്മാവിന്റെ പവറിൽ തന്റെ ശുശ്രൂഷ കാൽവറിയിൽ പൂർത്തീകരിച്ച് ആമേൻ പിശാചിന്റെ തന്ത്രങ്ങളെ ജയിച്ച് തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതും പിതാവേ സകലതും നിവർത്തിയായെന്ന് പ്രാഗൽഭ്യത്തോടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇതിന് യേശു കർത്താവ് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടത് കൊണ്ടാണ് യേശു കർത്താവിന് ഈ പ്രകാരം സാധിച്ചത്. തന്റെ ആത്മാവിനെ ധൈര്യപൂർവ്വം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ ലൂക്കോസ് വിശേഷത്തിൽ തന്നെ നമുക്ക് എലിസബത്ത് ഹല്ലേലൂയ ആ ഒരു ആമേൻ സ്തോത്രം എലിസബത്ത് സെക്രിയാവ് ദമ്പതികളെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. ഇവിടെയും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ സഹോദരി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ കിടക്കുന്ന പിള്ള പരിശുദ്ധാത്മാവിൽ തുള്ളുകയും ആമേൻ സ്തോത്രം വരും കാലങ്ങളിൽ കർത്താവായ ക്രിസ്തു യേശുവിന്റെ ആമേൻ പാത ഒരുക്കുന്നവനായി മരുഭൂമിയിൽ ഹല്ലേലൂയ ആമേൻ യേശു കർത്താവിനെ കുറിച്ച് വിളിച്ചു പറയുവാൻ ആമേൻ സ്തോത്രം ആമേൻ പാപബോധം ഉളവാക്കുവാൻ ഹല്ലേലൂയ യോഹന്നാൻ സ്നാപകനെ ദൈവം ആ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ ഉത്ഭവിക്കുന്നതെല്ലാം അത്ഭുതകരമായി തീരും, പുറപ്പെടുന്നതെല്ലാം നേത്രമായി തീരും. ആമേൻ സ്തോത്രം. പിന്നെ വാ തുറക്കുമ്പോൾ വരുന്നത് പ്രവചന ശബ്ദമായിരിക്കും. ഇന്ന് വാ തുറന്നാൽ ഹല്ലേലൂയ മറ്റുള്ളവർ കേൾക്കുവാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളല്ല വെളിപ്പെടുന്നത്. നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല നമ്മുടെ സംസാരം, നമുക്ക് തന്നെ നമ്മെ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഹല്ലേലൂയ മരിക്കുവാൻ ഭയമുള്ളത് കൊണ്ട് സ്തോത്രം മരണം ഒന്നിനും പരിഹാരമല്ലാത്തത് കൊണ്ട് പലരും ജീവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നിറഞ്ഞ് വ്യത്യസ്തരായി ഒന്ന് നിലകൊള്ളുവാൻ ഇന്നലെ ഉണ്ടായിരുന്ന അനുഭവത്തെക്കാൾ അപ്പുറമായി ഒന്ന് കാണുവാൻ അനുഭവിക്കുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക് പ്രിയരെ. വ്യത്യസ്ത വെളിപ്പെടുവാൻ പോകുക, മാറ്റങ്ങൾ വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. എലിസബത്ത് ആമേൻ സ്തോത്രം. എലിസബത്തിന്റെയും സെക്രിയാവിന്റെയും ചില ഗുണങ്ങൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിന്റെ 6-ാമത്തെ തിരുവചനത്തിൽ ഇരുവരും ഇവിടെ പറയുന്നു ഭാര്യയും ഭർത്താവും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. സ്തോത്രം. ഇവിടെ ഭാര്യ ഭർത്താവ് ഒരുപോലെ ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരായി ജീവിക്കുകയായിരുന്നു. അവിടെ ജീവിതത്തിൽ വലിയൊരു പ്രയാസവും ഉണ്ടായിരുന്നു. എന്നാൽ അത് പലപ്പോഴും അവരെ അലട്ടുകയും വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തു കാണും. എന്നാൽ വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടി ലഭിക്കുകയും ആത്മാവിൽ നിറയുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ശക്തിയോടെ നിലനിൽക്കുകയും പിന്നീട് പ്രവചന രൂപത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എലിസബത്തിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അടുത്തത് ആദിമ സഭയിൽ അപ്പോസ്തലന്മാർ മുഖാന്തരം 7 പേരെ നമുക്ക് തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു.
ആ 7 പേരും ആത്മാവും ജ്ഞാനവും നിറഞ്ഞവരായിരുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. അതിൽ നമുക്ക് സ്തെഫാനോസ് എന്ന ദൈവ പുരുഷനെ നോക്കുകയാണെങ്കിൽ ആമെ പ്രാപിച്ച അഭിഷേകം, ആമെ തന്റെ മരണം വരെയും കാത്തു സൂക്ഷിക്കുകയും ആ മരണ സമയത്തും ആമെ താൻ കാണുന്നത് ആമെ തന്നെ കല്ലെറിയാൻ വരുന്നവരെ അല്ല, തന്നെ ദുഷിക്കുന്നവരെ അല്ല, പിന്നെയോ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ ആമെ പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. മറ്റെല്ലായിടത്തും യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ തിരുവചനത്തിൽ യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഒരേ ഒരാളുടെ ആമേൻ സ്വത്ര അനുഭവത്തോട് സംബന്ധിച്ച അത് സ്തെഫാനോസിന്റെ. അവിടെ എഴുതിയിരിക്കുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിന്റെ പുത്രൻ ആമേ യേശു കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് നിൽക്കുകയാ. എന്തിനു വേണ്ടി? തന്റെ പ്രിയ ആമേൻ ഹല്ലേലൂയ ഭക്തന്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ. എന്തൊരു ഭാഗ്യമാണ്! ഹല്ലേലൂയ! പ്രാപിച്ച അഭിഷേകത്തെ മേശകളുടെ ശുശ്രൂഷകളിൽ കളഞ്ഞില്ല, ആമെ അധികാരികളുടെ മുമ്പിൽ കളഞ്ഞില്ല, ആമെ കണ്ടുമുട്ടിയ വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിൽ കളഞ്ഞില്ല. ഇന്ന് രാത്രിയിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന പല കൃപകളും പല കഴിവുകളും മറ്റുള്ളവരുടെ മുമ്പിൽ വാശി തീർക്കുവാൻ അല്ലെങ്കിൽ ജയിക്കുവാൻ അവരെ മറികടക്കുവാൻ വേണ്ടി നാം നശിപ്പിച്ചവരല്ലേ? നമ്മുടെ മൂല്യങ്ങളെ നാം അറിയാതെ പ്രവർത്തിച്ചവരല്ലേ? എന്നാൽ സ്തെഫാനോസിനെ ഒന്ന് നോക്കിക്കേ. എന്തൊക്കെ കുറ്റങ്ങളാണ് തനിക്കെതിരെ അവർ നിരത്തുന്നത്. കള്ള സാക്ഷികളെ നിർത്തി ഹല്ലേലൂയ ആമെ പല രീതിയിൽ തന്നെ മുടിച്ചു കളയുവാൻ നോക്കി. എന്നാൽ അപ്പോഴും തിരുവചനത്തിലൂടെ ആമെ ശക്തിയോടെ പ്രസംഗിക്കുവാനിടയായി തീർന്നു. ആ ദൈവദാസന് ഒറ്റ പ്രസംഗമേ പ്രസംഗിക്കുവാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ! അതിലൂടെ വെളിപ്പെടേണ്ട സകല ദൈവ പ്രവൃത്തിയും വെളിപ്പെട്ടു. ഹല്ലേലൂയ! ആമേ തന്റെ മരണത്തിന്റെ ആമേ സമയത്ത് കർത്താവേ എന്നെ കൊല്ലരുതെന്ന്, എന്നെ രക്ഷിക്കണമേ എന്നൊന്നും പറയാതെ ഹല്ലേലൂയ ദൈവ പദ്ധതി പ്രകാരം ഏൽപ്പിച്ചു കൊടുത്ത് ആമേ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് തന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചപ്പോൾ ആ സമർപ്പണം വെറുതെയായില്ല, ആ മരണം വെറുതെയായില്ല. ആമേ സ്തെഫാനോസിലും അതിശക്തനായ ശൗലിനെ എഴുന്നേൽപ്പിക്കുവാൻ, ആ കൊല്ലുവാൻ ആമേ സ്വത്ര ഗൂഢാലോചന നടത്തിയവരുടെ ഇടയിൽ നിന്ന്, ആമേ കൊല്ലുവാൻ പദ്ധതി ഇട്ടവരുടെ മധ്യത്തിൽ നിന്ന്, കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഉള്ളവനെ തന്നെ ദൈവം സ്തെഫാനോസിനെ പകരക്കാരനായി എഴുന്നേൽപ്പിച്ചു. അതാണ് ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം! സ്തെഫാനോസ് തന്റെ അഭിഷേകം, തന്റെ ആത്മനിറവ് ആമേ എല്ലാ മേഖലയിലും ആമേ പ്രകടമാക്കി. ഹല്ലേലൂയ! അവിടെ നിറവിനെ നമുക്ക് കാണാം, ശക്തമേറിയ നിറവ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ! തുടർന്ന് ഇങ്ങോട്ട് തിരുവചനം പഠിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ആമേ അപ്പോസ്തലനായ പൗലോസ്, ബർന്നബാസ് ഹല്ലേലൂയ എല്ലാം ആമേ സ്തോത്രം ആത്മാവിൽ നിറഞ്ഞവരായി പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൽ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദൈവ ഭക്തന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ കാത്തിരുന്നവരെ പരിശുദ്ധാത്മാവ് തന്റെ വേലയ്ക്കായി ആമേൻ സ്തോത്രം കരം പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ! തന്നെ തന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റണമെന്ന് പരിശുദ്ധാത്മാവ് അവിടെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ! സ്തോത്രം! നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 9-ാമത്തെ തിരുവചനം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ! ആദ്യം നമുക്ക് 1-ാമത്തെ തിരുവചനം വായിക്കാം. അന്തോക്കിയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേക്കാരനായ അതിന്റെ 2-ന്റെ ലാസ്റ്റ് നമുക്ക് വായിക്കാം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെ, ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബർന്നബാസിനെയും ശൗലിനെയും
വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്കു വേണ്ടി വേർതിരിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. അതേ, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും. ഹല്ലേലൂയ, ഇവനെ അല്ലെങ്കിൽ ഇവളെ എനിക്കു വേണ്ടി വേർതിരിപ്പിനെന്ന് പ്രഖ്യാപിക്കും ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ, ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആമേ സ്തോത്രം, നിങ്ങളെ വിടത്തില്ല എന്ന്, നിങ്ങളെ മുന്നോട്ട് വിടത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികളുടെ നടുവിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി, ദൈവത്തെ ആരാധിക്കുന്നവരായി ജീവിക്കുന്ന പ്രിയരെ, നിങ്ങളെ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുവാൻ പോകുകയാ. സ്തോത്രം. രാത്രിയിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ചു വേർതിരിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. എനിക്ക് പ്രത്യേകമായ കഴിവുകളോ പറയത്തക്ക യോഗ്യതകളൊന്നുമില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചും ഉപവസിച്ചൊക്കെ പോയിക്കൊള്ളാം എന്ന് ചിന്തിച്ചാലും ദൈവ സന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവജനമേ, നിങ്ങളെ ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ശക്തമായി എഴുന്നേൽപ്പിക്കുവാനിടയാകും. കാത്തിരിക്കുന്നവരെ മറക്കുന്നവനല്ല നമ്മുടെ ദൈവം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെ മറക്കുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തും. തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാനിടയാകും. ഈ ലൈവിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാ. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്ന ശാന്തി തമ്പിക്കായി സ്തോത്രം ചെയ്യുന്നു. ഷൈൻ ബേസിലിനായി സ്തോത്രം. സാലി ജേക്കബിനായി സ്തോത്രം. ബിജു തോമസിനായി സ്തോത്രം. പ്രസന്ന സ്തോത്രം. ഈ ദൈവ മക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് പേര് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നാൽ എനിക്ക് കാണുവാൻ കഴിയുന്ന ചിലരുടെ പേരുകൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ് നിങ്ങളെങ്കിൽ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ദൈവം ചില തിരഞ്ഞെടുപ്പിലേക്ക് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ഇന്ന് രാത്രി നിങ്ങളെ സമർപ്പിക്കാമോ? ഒന്ന് സമർപ്പിക്കാമോ? ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായി, വ്യത്യസ്തരായി ഈ അന്ത്യനാളുകളിൽ നിലനിൽപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ചില മടുപ്പുകളിൽ നിന്ന് ദൈവം വിടുവിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ, ഹല്ലേലൂയ, ഇതൊക്കെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വീണും എഴുന്നേറ്റും, ഹല്ലേലൂയ, ഒതുങ്ങിക്കൂടിയും സമയം തള്ളി നീക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ ശക്തമായി എഴുന്നേൽപ്പിക്കുവാൻ പോകുക. ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ കർത്താവ് വെളിപ്പെടുത്തുവാൻ പോകുകയാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ ഞങ്ങളുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ കണ്ടതുപോലെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാൽ, സ്തുതികളാൽ, ആത്മീക ഗീതങ്ങളാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാക്കി കർത്താവേ ഞങ്ങളെ ഒന്ന് മാറ്റണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ. ഹൃദയനുറുക്കത്തോടെ ലൈവിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവമിതാ നിങ്ങൾക്ക് ഏറ്റവും സമീപസ്ഥനായിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹൃദയ ദൃഷ്ടി യേശു കർത്താവ് തുറക്കുവാൻ പോകുകയാ. ദൈവത്തെ കാണുവാൻ, ഹല്ലേലൂയ, ദൈവത്തെ അനുഭവിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഇന്ന് രാത്രിയിൽ ഒരുക്കുകയാ. അതിന് പരിശുദ്ധാത്മാവിൽ നിറയണം. ഹല്ലേലൂയ. നിങ്ങളുടെ ആത്മാവിൽ ആ ചൈതന്യം വെളിപ്പെടണം. ഹല്ലേലൂയ. കണ്ണ് സംബന്ധമായ ചില വിഷയങ്ങൾക്ക് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വിടുതൽ നൽകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണിന്റെ എല്ലാ ചൊറിച്ചിലുകളും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുവിക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. വർഷങ്ങളായി ഹല്ലേലൂയ സ്തോത്രം കണ്ണട ധരിച്ച് സ്തോത്രം കണ്ണിന് യാതൊരു വിധമായ വിടുതലും ഇല്ലാതെ ഭാരപ്പെടുന്ന
ചില വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവം ഇന്ന് രാത്രിയിൽ ഒരു മാറ്റം നൽകുവാൻ പോകുക. എല്ലാ ഇറിറ്റേഷനുകളും ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, കണ്ണ് സംബന്ധമായ എല്ലാ ഇറിറ്റേഷനുകളും ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാ വിടുവിക്കുന്ന സമയമാ. ഹല്ലേലൂയ. ഹറമന റുഹ ദിയറമന ശന്തരെ അദുരദന ഘടകമാന ഹസ്യാല ബബ. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ് പ്രിയരേ. ഹല്ലേലൂയ. സമീപസ്ഥൻ. ഇന്ന് രാത്രിയിൽ ദൈവം തന്റെ ജനത്തിന് സമീപസ്ഥനായി വെളിപ്പെടുകയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവജനത്തിന്റെ മേൽ വലിയ ദൈവ പ്രവൃത്തി രാത്രിയിൽ വെളിപ്പെടുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ചില നന്മകൾ ബ്ലോക്കായി നിൽക്കുന്ന, കയ്യിലേക്ക് വരുവാതെ ബ്ലോക്കായി നിൽക്കുന്ന ചില നന്മകളെ ദൈവം ഓപ്പൺ ആക്കി രാത്രിയിൽ വെളിപ്പെടുത്തുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരുടെ രേഖകളെ കർത്താവിന്റെ രാത്രിയിൽ മാറ്റി എഴുതുന്ന രാത്രിയാ. ചിലരുടെ വിഷയത്തിനകത്ത് ഇന്ന് രാത്രിയിൽ ജയോത്സവമായി യേശു കർത്താവ് വെളിപ്പെടുവാൻ പോകുകയാ. സ്തോത്രം. ചിലരെ ദൈവാത്മാവ് സൗരഭ്യവാസനയാക്കി മാറ്റുന്ന രാത്രിയാ. ഹല്ലേലൂയ. സ്തോത്രം. കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ ജീവിതത്തിന്റെ ഒരു ആയുസ് കളഞ്ഞില്ലേ, ഈ രാത്രിയിൽ ദൈവത്തിന് വേണ്ടി ഒന്ന് സമർപ്പിച്ചാട്ടെ. ദൈവത്തിന്റെ ഹല്ലേലൂയ സൗരഭ്യവാസനയായി ദൈവം ആ രാത്രിയിൽ ദൈവം മാറ്റുവാൻ പോകുക. അനേകർക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്, അനേകർക്ക് നിങ്ങളുടെ പ്രവൃത്തി ആവശ്യമുണ്ട്, അനേകർക്ക് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമുണ്ട്. അതെ, ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കിലൂടെ ദൈവത്തിന് ചിലത് വേണം പ്രിയരെ. എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായി തീരട്ടെ. ഇത് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് വേണ്ടി ഉള്ളതല്ല. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. സ്തോത്രം. ഇത് ദൈവസന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ആയിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടിയുള്ളതാ. യേശു കർത്താവ് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, അതൊരു മാർഗമാണ്. സത്യമാർഗം, സത്യത്തിലേക്കുള്ളത്. ഹല്ലേലൂയ. ആ സത്യത്തിൽ നിലനിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. മാനസികമായ എല്ലാ ഡിപ്രഷനുകളും, നിസ്സാര കാര്യത്തിന് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഡൗൺ ആയി പോകുന്ന ദൈവജനമേ, ഇന്ന് രാത്രി നിങ്ങളുടെ ആത്മാവിലൊന്ന് നിറഞ്ഞാട്ടെ, ഒന്ന് സമർപ്പിച്ചാട്ടെ. ആ പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ബലപ്പെടുത്തും, നിങ്ങളുടെ ബലഹീനതകൾ ഇന്ന് രാത്രിയിൽ മാറ്റും, നിങ്ങളെ ധൈര്യപ്പെടുത്തും, നിങ്ങളെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ ബലഹീനതകളെല്ലാം ഇന്ന് രാത്രിയിൽ മാറ്റി നിങ്ങളെ ശക്തീകരിക്കുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ചില ഹൃദയങ്ങൾ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുക, ചില മനസ്സുകൾ ധൈര്യപ്പെട്ടുകൊണ്ടിരിക്കുക. ചിലർക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പ്രാപ്തി ദൈവം ഇന്ന് രാത്രിയിൽ നൽകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ഇന്ന് ദൈവമഹത്വം വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ഓ റിമാന വൈഡ രഹസ്യാലബ. ലിസി ജോസിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന പ്രിയ ദൈവദാസിയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുക. ആ ഹൃദയ നുറുക്കത്തെ ദൈവം ഇന്ന് രാത്രിയിൽ ഹീൽ ചെയ്യുന്ന രാത്രിയാ. തലമുറയുടെ വിഷയത്തിൽ ഹൃദയം നുറുക്കത്തോടെ ആയിരിക്കുന്ന പ്രിയ ദാസിയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുവാൻ പോകുക. ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുഭവങ്ങൾ ഇത് കർത്താവ് എഴുന്നേൽപ്പിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. വൈകുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. സ്തോത്രം. കർത്താവ് നിങ്ങളുടെ വിഷയങ്ങൾ അറിയുമ്പോൾ തന്നെ കർത്താവ് പറയുക, ആത്മാവിൽ നിറഞ്ഞാട്ടെ, ആത്മാവിനെ പ്രാപിച്ചാട്ടെ. നിങ്ങളുടെ കഴിവുകളൊന്നും നിങ്ങളെ ഇതുവരെ രക്ഷിച്ചില്ല, നിങ്ങളുടെ നിങ്ങളുടെ യാതൊന്നും നിങ്ങളെ ഒന്നും സംരക്ഷിച്ചില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ സത്യത്തിലേക്ക് വഴി നടത്തുന്ന, നീതിയിലൂടെ നടത്തുന്ന, ന്യായവിധിയെക്കുറിച്ച് ബോധം നൽകുന്ന ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒന്ന് പ്രാപിക്കാമോ?
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും ഹല്ലേലൂയ ആമേൻ സ്തോത്രം മതി വരത്തില്ല. ഹല്ലേലൂയ. ഇതുപോലെ എത്ര ടൈം കിട്ടിയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ വർണ്ണിച്ച് തീരത്തില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മേരി റോസ് ആ ആന്റിയുടെ മേൽ ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുകയാ. നിങ്ങളുടെ പ്രാർത്ഥന ജീവിതത്തെ ഒതുക്കിക്കളഞ്ഞ ശത്രുവിന്റെ മണ്ഡലം ഇന്ന് രാത്രി ദൈവാത്മാവ് പൊട്ടിക്കുന്ന രാത്രിയാ. നിങ്ങളുടെ ആത്മീയ മണ്ഡലത്തെ ഹല്ലേലൂയ നിങ്ങളുടെ ആത്മീയ മേഖലകളെ ശത്രു പലപ്പോഴും ആമേൻ ഭൗതിക തലത്തിലൂടെ കുരുക്കിട്ട് പിടിച്ച അവസ്ഥകളുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. മേരി റോസ് ഹല്ലേലൂയ ആ സഹോദരിയുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. നിങ്ങളുടെ പ്രാർത്ഥന അനേകർക്ക് ആവശ്യമാണെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ അറിയത്തില്ല, എന്നാൽ ഇന്ന് രാത്രിയിൽ ഹൃദയങ്ങളെ അറിയുന്നവൻ സ്വതന്ത്രം നിങ്ങളെ സ്വതന്ത്ര ആഴമായി സ്നേഹിക്കുന്നവൻ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ പോകുകയാ. ഹല്ലേലൂയ. നഷ്ടപ്പെടുത്തിയ ഹല്ലേലൂയ പലപ്പോഴും വേണ്ട എന്ന് വെച്ച ഈ സ്വതന്ത്ര ദൈവിക അനുഭവത്തെ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഒന്നോടെ ഹല്ലേലൂയ ഏറ്റെടുത്ത് പുതുക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങളിലൂടെ ദൈവത്തിന് വലിയത് ചെയ്യുവാനുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു മാറ്റം ഈ രാത്രി നിങ്ങളിൽ നിങ്ങൾ അറിയാതെ തന്നെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ കഴിയാതെ പലതിൽ നിന്നും മാറിപ്പോയ അനുഭവമുണ്ട്. കർത്താവ് പറയുന്നു രാത്രി നിങ്ങളെ സ്വതന്ത്രം ഭരമേൽപ്പിച്ചത് ചെയ്യുവാൻ നിങ്ങളെ രാത്രി ദൈവാത്മാവ് ബലപ്പെടുത്തുവാൻ പോകുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്വതന്ത്രം ഷൈൻ ബേസിലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ആ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വീടുപോയ മേഖല കർത്താവ് എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവേ ഹല്ലേലൂയ എന്നെ നന്നായി ശോധന ചെയ്യണമേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്ന, എന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ. ഷൈൻ ബേസിൽ ഹല്ലേലൂയ ആ ദാസന്റെ മേൽ ഹല്ലേലൂയ ആ വ്യക്തിയുടെ മേൽ ദൈവപ്രവൃത്തി രാത്രിയിൽ ചലിക്കുകയാ. ഒരു രൂപാന്തരം, ഒരു മാറ്റം, ഹല്ലേലൂയ ഒരു ചൈതന്യം, ഹല്ലേലൂയ ആ ഇറിറ്റേഷനുകളെല്ലാം നിങ്ങളിൽ രാത്രിയിൽ കർത്താവ് മാറ്റുകയാ. ആ ഡിപ്രഷനുകളെല്ലാം മാറ്റുകയാ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ജയ്സിംഗ് സഹോദരനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ ഈ ലൈവിലായിരിക്കുമ്പോൾ ആ ദാസന്റെ മേലുള്ള ദൈവിക പദ്ധതി വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കട്ടെ. എല്ലാ തടസ്സങ്ങളെയും കർത്താവ് ഇന്ന് രാത്രിയിൽ മാറ്റുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ സാക്ഷിയായി ഈ അന്ത്യനാളിൽ കർത്താവ് എടുത്തു ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശബന റീബ നഹസ്യാലബ. സ്തോത്രം. ചിലരുടെ പ്രാർത്ഥന മണ്ഡലത്തിൽ ഒരു വ്യത്യസ്തമായ അനുഭവം വെളിപ്പെടുവാൻ പോകുകയാ. ഇന്നലകളിൽ പ്രാർത്ഥിച്ചതുപോലെയല്ല, അല്ലെങ്കിൽ ഇന്നലെ സ്വതന്ത്രം ആയിരുന്നത് പോലെയല്ല. വരും ദിവസങ്ങളിൽ നിങ്ങളിലൊരു മാറ്റം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാ. നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം, അത് സ്വഭാവത്തിലാകട്ടെ ഏത് മേഖലയിലാട്ടെ, അത് ദൈവം ഇന്ന് രാത്രിയിൽ ചെയ്തു തരുവാൻ പോകുകയാ. ഹല്ലേലൂയ. സ്തോത്രം. JP പ്രകാശ് ഹല്ലേലൂയ ആ വ്യക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ആ ദാസന്റെ മേൽ വെളിപ്പെടുവാൻ പോകുകയാ. ചില പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഹല്ലേലൂയ. ദൈവം ഒരു മാറ്റം നൽകുവാൻ പോകുകയാ. ഹല്ലേലൂയ. തലമുറയുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. ഹല്ലേലൂയ. ദൈവം കൈവിട്ടിട്ടില്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. റിഞ്ചു രാജനായി സ്തോത്രം ചെയ്യുന്നു. ആ ദാസിയുടെ പ്രാർത്ഥന വിഷയത്തിന്മേൽ ഇന്ന് രാത്രിയിൽ കർത്താവേ
പ്രാർത്ഥിക്കാമേ. ആ മകളുടെ ഹയർ സ്റ്റഡീസിന്റെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവാത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആ പഠനത്തിനെ ബ്രേക്ക് ആക്കുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്ന് കർത്താവേ അങ്ങ് വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേ ഷിജു, ആമേ സ്തോത്ര സഹോദരനായി സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ദൈവമഹത്വം വെളിപ്പെട്ടാട്ടെ. പ്രാർത്ഥന വിഷയുടെ മേൽ അത്ഭുതം കർത്താവ് ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മോളി സജിക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അബ്ദാസിയെ കർത്താവേ അങ്ങ് നന്നായി അറിയുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് ഉപകാരപ്പെടുവാൻ, അനേകരെ കരുതുവാൻ കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. എന്നാൽ ചില കുരുക്കുകളിൽപ്പെട്ട്, ചില നഷ്ടങ്ങളിൽപ്പെട്ട് ആമേൻ നിങ്ങളായിരിക്കുന്ന അനുഭവമുണ്ടെന്ന് ആമേൻ സ്തോത്രം മോളി ഹല്ലേലൂയ സജിയോട് ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിങ്ങളെ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുവാൻ പോകുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ഹല്ലേലൂയ. ചില നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി നിങ്ങളുടെ കരത്തെ ദൈവം ഉപയോഗിക്കുവാൻ പോകുകയാ. ലിൻസി പ്രിജിത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ആ മകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ഉദര സംബന്ധമായ വിഷയങ്ങളിൽ നിന്ന് കർത്താവെ അങ്ങ് വിടുവിക്കണമേ. ഹല്ലേലൂയ. ആറാമാന റീമനസ്യലബ അനു തോമസിന് കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സിമി സഹോദരിക്കായി സ്തോത്രം. ഈ വ്യക്തി ജീവിതങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ആമേ കൈവിടുകയില്ല, ഹല്ലേലൂയ ഉപേക്ഷിക്കുകയില്ലെന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവേ ഹല്ലേലൂയ ആ മക്കളുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സോണി ലിപ്സണായി സ്തോത്രം ചെയ്യുന്നു. അദാസിയുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമഹത്വം ഹല്ലേലൂയ ആ കുടുംബത്തിന് മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. പ്രിയദാസിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അതിശക്തമായി ഇന്ന് രാത്രി വെളിപ്പെടുവാൻ പോകുകയാ. ഒരു ആത്മനിറവ് നിങ്ങളുടെ മേൽ ഇന്ന് രാത്രിയിൽ കർത്താവ് ചെയ്തെടുക്കുവാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. സുജാ ചാക്കോയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആ തലമുറകളുടെ മേൽ ഹല്ലേലൂയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആ മാതാവിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ഹല്ലേലൂയ. രഞ്ജിത്തിലാലിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവപ്രവൃത്തി കർത്താവേ ആ ദാസന്റെ മേൽ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. ഈ പ്രാർത്ഥന വിഷയത്തെ ദൈവം അടിവരയിട്ടിരിക്കുകയാ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഡോളിപ്പി ജോണായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഷെറിൻ സാമുവേലിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ആ ദാസിയുടെ ഹല്ലേലൂയ ആ പ്രാർത്ഥന വിഷയയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ഈ ലൈവിൽ ആമേ പ്രാർത്ഥന വിഷയങ്ങൾ ആമേൻ അറിയിച്ചു കൊണ്ടിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ആമേ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. മോനി ജോസിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അദാസിയുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. ആമേൻ. മകന് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ട്രിയ ഹല്ലേലൂയ പ്ലേസ്മെന്റിനായി സ്തോത്രം. ആമേൻ സ്തോത്രം. കുടുംബം പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന വിഷയത്തിന്റെ മേൽ ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ബിസിനസിനെ മുരടിപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് വിടുവിക്കുവാൻ പോകുകയാ. ഈ 2021 ആരുടെ സാമ്പത്തിക മേഖലയിൽ ഒരു ബ്രേക്ക് ത്രൂ കർത്താവ് നൽകുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാ. എന്നാൽ പിശാച് പലപ്പോഴും ദൈവഹിതമില്ലാത്ത മേഖലയുടെ നയിക്കുന്ന അനുഭവമുണ്ട്. അതെന്ന് കർത്താവ് അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് നിങ്ങളുടെ ആത്മനിറവിലേക്ക് നയിക്കുവാൻ പോകുകയാ. ആമേ കഴിഞ്ഞ നാളുകളിൽ വീണ അഭിഷേകം പുതുക്കി ദൈവരാജ്യത്തിന് ആമേ മുതൽ കൂട്ടാവാൻ കർത്താവ് ഹല്ലേലൂയ ആ കുടുംബത്തെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
സുജാ സാബുനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഡോളി പി ജോസിനായി സ്തോത്രം ചെയ്യുന്നു. സന്തോഷ് ജോസഫിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സഹോദരന്മാരെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഇത് അന്ത്യകാലമാ. ആമേ സ്തോത്രം. നാം ഏറ്റവും ഒടുവില. ഹല്ലേലൂയ. ആമേ സ്തോത്രം. സുജാ ചാക്കോ ആന്റിയുടെ മകന്റെ തലവേദന യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവപ്രവൃത്തി രാത്രിയിൽ വെളിപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ. ആമേ ആത്മ നിറവ് ആമേ സ്വന്തം നമ്മുടെ ജീവിതത്തിൽ ആമേ ഈ അന്ത്യനാളുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നിലനിൽപ്പുള്ളൂ. ആമേ നമുക്കൊരു എഴുന്നേൽപ്പുള്ളൂ. ഹല്ലേലൂയ. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. സ്വത്രം. നാം ഒറ്റയ്ക്ക് വന്ന പാതകൾ, നാം ഒറ്റയ്ക്ക് നിന്ന മേഖലകൾ ഹാലിയ എപ്രകാരമായിരുന്നു. ആമേ നഷ്ടമാണോ ലാഭമാണോ എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരുന്നു. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ആമേ എന്റെ കഴിവുകൾ കൊണ്ടോ എന്റെ പഠിപ്പ് കൊണ്ടോ എന്റെ ആരോഗ്യം കൊണ്ടോ എന്റെ ജീവിതം കൊണ്ടോ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല എന്നൊരു ഉത്തരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നിങ്ങളെ വ്യത്യസ്തരാക്കി ആമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് നൽകി നിങ്ങളെ വ്യത്യസ്തയോടെ നിലനിർത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആമേ. ഹല്ലേലൂയ. റിനി ബിജുനായി സ്തോത്രം. ആ സഹോദരമേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ജോലി മേഖലയിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ ദൈവമക്കളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവരുടെ മേൽ വെളിപ്പെടണം. ആത്മാവ് നിറയുക. ആത്മാവിന്റെ ആമേ നയിപ്പിന് വേണ്ടി ആ നയിക്കലിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ആമേ. ഷെറിൻ സാമുവൽ സഹോദരിയുടെ ഹല്ലേലൂയ ആമേ സ്തോത്രം ചേച്ചിയുടെ മകളുടെ വിവാഹ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കല്ലോ. ആമേ കർത്താവ് നമുക്ക് ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ലൈവിലായിരിക്കുന്ന ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മകളുടെ വിവാഹം നടക്കട്ടെ, അനുഗ്രഹമായി തീരട്ടെ, നല്ലൊരു കുടുംബജനം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ആ പ്രാർത്ഥന വിഷയത്തിന് മേൽ കർത്താവ് പ്രവർത്തിച്ചതിനായി സ്തോത്രം. അങ്ങ് വിടുവിച്ചതിനായി സ്തോത്രം. ദൈവകരം ചലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഷൈൻ ബേസിന് കർത്താവേ ഹാലെ തലമുറ ആമേ ലഭിക്കുവാനും കർത്താവെ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ എല്ലാം കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ രാത്രിയിൽ ദൈവമഹത്വം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ആത്മാവ് നിറഞ്ഞവരായി ദൈവനാമ മഹത്വത്തിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കേൾക്കപ്പെട്ട തിരുവചനത്തിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നപ്പ ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ കർത്താവ് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിപ്പാനിടയായല്ലോ. കർത്താവിൽ കടന്ന പ്രിയ ദൈവജനത്തിന് മേൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടണമേ. ആത്മ നിറവ് പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടട്ടെ, വിധേയപ്പെടട്ടെ. ദൈവരാജന് മഹത്വത്തിന് വേണ്ടി എഴുന്നേൽക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഈ പേജിന്റെ അഡ്മിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നുണ്ട്. എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലൈവിൽ കടന്നു വന്ന എല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി വെളിപ്പെടട്ടെ. ഒരു പ്രാർത്ഥനാ വിഷയം കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. സന്തോഷ് കുമാർ വിദ്യാധരൻ ആ സഹോദരൻ ജോലിയില്ലാതെ വിഷമിക്കുന്നു. ആ ദാസനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ലൊരു ഉപജീവന മാർഗം കർത്താവ് കൊടുക്കട്ടെ. ദൈവപ്രവൃത്തി ഹല്ലേലൂയ ആ കുടുംബത്തിന് മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. റാണി സന്തോഷ് ആന്റിക്കായി സ്തോത്രം. ആമേ. അദാസിയെ ദൈവ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. റിഞ്ചു രാജിനായി ആമേ. ഷൈൻ ബേസിനായി എല്ലാം സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് ദൈവത്തിന്റെ സല്ലാരിപ്പൻ കർത്താവ് സഹായിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. ആമേൻ.